ഒരു നാട് മുഴുവൻ ഒരു കേന്ദ്രത്തിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. എത്രയോ നൂറുകണക്കിന് ജനങ്ങൾ ഇപ്പോൾ അർജുന്റെ വീടിന്റെ മുറ്റത്തേക്ക് ഒരു നോക്ക് അർജുനെ കാണാനായി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പല നാടുകളിൽ നിന്നുള്ള ആളുകളുണ്ട്, പല മതക്കാരുണ്ട്, പല ജാതിക്കാരുണ്ട്. എല്ലാവരുടെ ഉള്ളിലും സ്നേഹം എന്ന വികാരം മാത്രമാണ് ഇപ്പോൾ ഉയർന്നു നിൽക്കുന്നത്. എല്ലാവർക്കും അർജുനന്റെ കുടുംബത്തോടും അവരെ ആശ്വസിപ്പിക്കണം, അവരെ ചേർത്ത് നിർത്തണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമേ ഉള്ളൂ. എവിടെ നിന്നൊക്കെയോ തൃശ്ശൂരിൽ നിന്നും പാലക്കാട് നിന്നും കൊല്ലത്ത് നിന്നും തിരുവനന്തപുരത്ത് നിന്നും ഒക്കെ നൂറുകണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയായി ഇവിടെ വീട്ടിലെത്തിയിരുന്നു. നിരവധി പ്രമുഖരായ വ്യക്തികൾ ഇപ്പോൾ സ്ഥലത്തെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. അതിനോടൊപ്പം തന്നെ സാധാരണക്കാരായിട്ടുള്ള സമൂഹത്തിന്റെ നാനാതുറകളിൽപ്പെട്ട ആളുകളൊക്കെ തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും പൊതുദർശനം നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ഏകദേശം 1 മണിക്കൂർ സമയം മാത്രമാണ് പൊതുദർശനത്തിനായി അനുവദിച്ചെങ്കിലും ഇപ്പോൾ നിലവിൽ ഇവിടെ പൊതുദർശനത്തിനായി അവർക്കെല്ലാം അത്തരത്തിലൊരു സൗകര്യം ഒരുക്കി കൊടുക്കാനാണ് കുടുംബത്തിന്റെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ തന്നെ തീരുമാനം. ഇനി വലിയ തോതിൽ കണ്ണാടിക്കൽ ബസാറിൽ നിന്നും അർജുന്റെ വീട്ടിലേക്ക് 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. ആ ദൂരം മുഴുവൻ വലിയ വരിവരിയായി ആളുകൾ അർജുനെ ഒരു നോക്ക് കാണാനായി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് കാണാം വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മറുവശത്ത് സംസ്കാര ചടങ്ങുകൾക്കുള്ള പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു, ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ആ ഒരു രീതിയിലുള്ള ഐവർ മഠം രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളാണ് അവിടെ നടത്താൻ വേണ്ടി പോകുന്നത്. വീടിനോട് തൊട്ടടുത്ത ഭാഗത്ത് തന്നെയാണ് അർജുനെ അന്ത്യവിശ്രമ സ്ഥാനമായി ഒരുക്കി നൽകിയിട്ടുള്ളത്. അഭിലാഷ്, അർജുൻ അന്ത്യവിശ്രമത്തിന് ഒരുങ്ങുകയാണ്, നാട് വിട നൽകുകയാണ്. ഇപ്പോൾ സാരംഗും നേരത്തെ ഷഹീദും റിപ്പോർട്ട് ചെയ്തതുപോലെ അവിടെ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും അവസാനമായി ഒരു നോക്ക് കാണാനുള്ള അവസരമുണ്ടാകും. ഒരു പിടി പൂവ് അർജുന് നൽകാനുള്ള അവസരമുണ്ടാകും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. വീടിനോട് ചേർന്ന് തന്നെയാണ് സംസ്കാരത്തിനായി ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. അതിനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായിരിക്കുന്നു. സംസ്കാര ചടങ്ങിന് മുമ്പ് പൊതുദർശനം 1 മണിക്കൂറാണ് നിശ്ചയിച്ചതെങ്കിലും ഈ ജനസഞ്ചയത്തിന് മുഴുവൻ അവസാനമായി ഒരു നോക്ക് കാണണം. നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും കേട്ടറിഞ്ഞ ആളുകൾ, വാർത്തകളിലൂടെ അർജുനെ അറിഞ്ഞ ആളുകൾ, അവരെല്ലാം ദൂരദേശങ്ങളിൽ നിന്നടക്കം തിരുവനന്തപുരത്ത് നിന്ന് പോലും കാസർഗോഡ് നിന്ന് പോലും അവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ ഒന്ന് കാണണം. അവരെ ഒന്ന് കാണിച്ചതിന് ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ. ജനപ്രതിനിധികളും ജനനേതാക്കളുമൊക്കെ ആ വീട്ടിലേക്ക് എത്തിയിരുന്നു. ഓഗസ്റ്റ് 18 ആ വീട്ടിലേക്ക് എത്തേണ്ട അർജുൻ സെപ്റ്റംബർ 28-ാം തീയതി ചേതനയറ്റ ശരീരമായാണ് എത്തിയത്. എങ്ങനെ ആ വീടത് ഉൾക്കൊള്ളും? നമുക്ക് നെഞ്ചു പൊട്ടിപ്പോകുന്ന കാഴ്ചകൾ എന്ന് പറയാം. കുഞ്ഞു മകൻ അർജുനെ കാത്തിരിക്കുകയായിരുന്നു. പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും അർജുനും ആ കുഞ്ഞും കൂടി ചെറിയ ലോറി ഓടിച്ച് കളിക്കുന്ന ആ വീഡിയോ. ബംഗാവലിപ്പുഴ ആ കുഞ്ഞിന് ബാക്കി നൽകിയത് ആ ലോറി മാത്രമാണ്. അച്ഛനൊപ്പം ഓടിച്ച് കളിച്ചിരുന്ന വെള്ള നിറത്തിലുള്ള കുഞ്ഞു ലോറി ഗംഗാവലി ആ കുഞ്ഞിനെ മടക്കി നൽകിയിട്ടുണ്ട്. അച്ഛനെ മടക്കി നൽകിയില്ല. ചേതനയേറ്റ ശരീരമായാണ് അർജുൻ ആ വീട്ടിലേക്ക്, ആ വീടിൻ്റെ ഉമ്മറത്തേക്ക് എത്തുന്നത്. ഇനി അല്പസമയം കൂടി കഴിഞ്ഞാൽ അഗ്നി ഏറ്റുവാങ്ങും.